സമയം പള്ളിയുടെയും അമ്പലത്തിന്റെയും ഭാരവാഹിയായ ഒരു മനുഷ്യനുണ്ട് വയനാട്ടിലെ മുട്ടിൽ ദേശത്ത്. 74 വർഷങ്ങൾക്ക് മുൻപ് പള്ളിയുടെയും അമ്പലത്തിന്റെയും അധ്യക്ഷ പദവി ഒരുപോലെ അലങ്കരിച്ച ആ മനുഷ്യനെ കാലങ്ങൾക്കിപ്പുറവും സ്നേഹത്തോടെയാണ് ആ ദേശക്കാർ ഓർക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രാധാഗോപി മേനോൻ എന്ന ആ മനുഷ്യ സ്നേഹിയെ കുറിച്ചാണ്. 1949 ജൂൺ 20 ജമായത്ത് കമ്മിറ്റി യോഗം ഇന്ന് മദ്രസയിൽ വെച്ച് ചേർന്നു. മഹല്ല് കമ്മിറ്റിയിലേക്കുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഖജാൻജി, സെക്രട്ടറിമാർ എന്നീ ഭാരവാഹികളായി താഴെ പേരെഴുതിയവരെ യഥാക്രമം തിരഞ്ഞെടുത്തിരിക്കുന്നു. 74 വർഷം മുമ്പത്തെ പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ എഴുതി വെച്ച പേരുകൾ വായിച്ചപ്പോൾ എന്തായാലും ഒന്ന് ഞെട്ടിപ്പോകും. മഹല്ല് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ പേര് രാധാഗോപി മേനോൻ എന്നാണ്. അക്കാലത്തെ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഭാരവാഹിത്വവും മഹല്ല് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ഒരുപോലെ നിർവഹിച്ച ആ മനുഷ്യന്റെ പേരാണ് രാധാഗോപി മേനോൻ. ഒരു മഹല്ല് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എങ്ങനെ ഒരു ഹിന്ദു നാമധാരി വന്നു എന്ന സംശയങ്ങൾ ഇവിടെ സ്വാഭാവികമാണ്. അതിന് ഒറ്റ ഉത്തരവേയുള്ളൂ: ഇത് കേരളമാണ്. ഇത്തരം വാർത്തകൾ നിങ്ങൾക്കറിയുമെങ്കിൽ എന്തു തന്നെയായാലും കമന്റ് ചെയ്യണം കേട്ടോ. മുട്ടിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നിധി പോലെ സൂക്ഷിച്ച 1949 മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് കണ്ടാൽ പലരും അമ്പരന്ന് പോകുമെന്നത് ഉറപ്പാണ്. ഒരു ഹിന്ദു മതസ്ഥൻ ദീർഘകാലം മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആകുമോ? വിദ്വേഷവും വെറുപ്പും മാത്രം പ്രചരിക്കുന്ന പലരുമുള്ള ഇന്നത്തെ നാടിന് ഇങ്ങനെയൊരു കഥ കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്നാൽ രാധാഗോപി മേനോൻ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നതും പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നതുമായ കഥ ഇന്നും സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നവരാണ് മുട്ടിൽ ദേശക്കാർ. 1947 ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി കൃത്യം 2 ആണ്ട് തികയുമ്പോഴാണ് ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിച്ച് നേട്ടം കൊയ്ത ബ്രിട്ടീഷുകാർ കാണാതെ പോയ ആ സംഭവം നടക്കുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിയും കഴിഞ്ഞ് 2 ആണ്ട് പിന്നിട്ടപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്നും വിശ്വാസികളുടെ വാക്കുകളിലുള്ളത് ആവേശവും സ്നേഹവും ആദരവും ഒക്കെയാണ്. ഹൈന്ദവ വിശ്വാസിയായിരുന്ന രാധാഗോപി മേനോൻ മുട്ടിൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ സാരഥി കൂടി ആയിരുന്നു. മലപ്പുറം ജില്ലയിലാണ് രാധാഗോപി മേനോൻ ജനിച്ചത്. പിൽക്കാലത്ത് ജോലിയുടെ ആവശ്യത്തിനാണ് സ്വന്തം നാട് വിട്ട് ചുരം കയറി വയനാട്ടിലേക്ക് എത്തുന്നത്. മലപ്പുറം ആനക്കരയിലെ വീട്ടിൽ നിന്ന് 1936 അദ്ദേഹം വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്. ബ്രിട്ടീഷ് ഭരണത്തോട് ഇന്ത്യയിലൊട്ടാകെ കലഹം നടക്കുന്ന സമയമാണത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുകയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോന്റെ പത്നി AV കുട്ടിമാളു അമ്മയുടെ സഹോദരനാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരകാലത്ത് കൈക്കുഞ്ഞുമായി ജയിലിൽ പോയ കുട്ടിമാളു അമ്മയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് രാധാഗോപി മേനോൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാകുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ ചേരുകയും മരണം വരെയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനാവുകയുമായിരുന്നു. രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോഴും അദ്ദേഹം തന്റെ നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം നിന്നു. ആ നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. ജനങ്ങൾക്ക് അപ്പോഴേക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. നാട്ടിലെ സാധാരണ ജനങ്ങളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും എല്ലാം അവകാശ സംരക്ഷണത്തിനും ഗാന്ധിയൻ ആശയ പ്രചാരണത്തിനും വേണ്ടി പ്രവർത്തിച്ചിരുന്ന രാധാഗോപി മേനോൻ മഹല്ല് കമ്മിറ്റി അധ്യക്ഷനായിരുന്ന വിവരം പക്ഷേ വർഷങ്ങൾക്കിപ്പുറമാണ് പുറം ലോകം അറിഞ്ഞത്. എങ്ങനെയാണെന്നല്ലേ? അദ്ദേഹത്തിന്റെ മകൻ R ദിവാകരന്റെ മരണവാർത്ത ചരമകോളത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് രാധാഗോപി മേനോൻ എന്ന മഹല്ല് കമ്മിറ്റി പ്രസിഡന്റിനെ ലോകം തിരിച്ചറിയുന്നത്. ഒരു ഹിന്ദു മതസ്ഥൻ മുസ്ലിം പള്ളിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നതായി വ്യക്തമാക്കിയത് അധ്യാപകനും എഴുത്തുകാരനുമായ ബാവാക്കി പാലുകുന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ്. 74 വർഷം മുൻപത്തെ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും നാട്ടുകാർക്കും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും വലിയ അഭിമാനമാണ്. ചരമ അറിയിപ്പുകളിൽ മുട്ടിൽ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന രാധാഗോപി മേനോന്റെ മകൻ എന്ന വിശേഷണം പ്രചരിച്ചതോടെ നിരവധി പേരാണ് ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് രംഗത്തെത്തിയത്. ചരിത്രം തേടിപ്പോയ ബാവാക്കി പാലുകുന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചതോടെയാണ് വർഷങ്ങൾക്കിപ്പുറവും രാധാഗോപി മേനോൻ ചർച്ചകളിലേക്ക് കടന്നു വന്നത്. ചെമ്പ്ര പീക്ക് ഉൾപ്പെടുന്ന മലനിരകളിൽ പിയേഴ്സ് ലെസ്ലി കമ്പനി സ്ഥാപിച്ച എസ്റ്റേറ്റിൽ മാനേജറായി വന്ന രാധാഗോപി മേനോൻ എല്ലാവർക്കും പ്രിയങ്കരനും സർവ്വസമ്മതനുമായി തീരുകയായിരുന്നു. ഈ ജനകീയതയിൽ നിന്നാണ് മുട്ടിൽ മഹല്ല് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. പള്ളിയും വിശ്വാസികളുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളിലെല്ലാം അവസാനത്തെ വാക്ക് അദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നിറയുന്ന വിശ്വാസികളെ ഒരു പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുത്താറുള്ള രാധാഗോപി മേനോൻ മുട്ടിൽ ദേശചരിത്രത്തിലെ മതേതരത്വത്തിന്റെ മുഖം കൂടിയാണ്. കഷ്ടപ്പെടുന്ന മനുഷ്യരെ ചേർത്തു നിർത്തുന്ന, നിസ്വാർത്ഥമായി അവരെ സഹായിച്ച മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജനസേവന പ്രവർത്തനങ്ങളിൽ സഹധർമ്മിണിയായ മീനാക്ഷി അമ്മയും പങ്കുചേർന്നു. സാധാരണക്കാരന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ രാധാഗോപി മേനോൻ സ്ഥാപിച്ച മുട്ടിൽ ചെറുമൂല AUP സ്കൂൾ പിന്നീട് വയനാട് മുസ്ലിം ഓർഫനേജിന് വിട്ടു നൽകുകയാണ് ഉണ്ടായത്. 35 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറയുകയാണെങ്കിൽ 1989 തന്റെ 84-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം
തന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന നാടിനെ വിട്ട് എന്നേക്കുമായി യാത്രയായത്. വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശ സംരക്ഷണത്തിനും ഗാന്ധിയൻ ആശയ പ്രചാരണത്തിനും നിലകൊണ്ടിരുന്ന രാധാ ഗോപി മേനോനോടുള്ള സ്നേഹവും ബഹുമാനവും ഇന്നും അദ്ദേഹത്തിന്റെ തലമുറകൾക്ക് മുട്ടിൽ സ്വദേശികൾ നൽകി വരികയാണ്. ആ സ്നേഹമാണ് ആ ചരമകോളത്തിലെ മഹല്ല് കമ്മിറ്റി നൽകിയ വാർത്തയ്ക്കും ആധാരം. രാധാ ഗോപി മേനോനെ പോലുള്ള നല്ല മനുഷ്യരുടെ നാടാണ് നമ്മുടേത് എന്ന് പറയുന്നതിൽ അഭിമാനം തോന്നാത്തത് ആർക്കാണ് അല്ലേ? ചരിത്രത്തിൽ വലിയ പ്രാധാന്യമില്ലാത്ത ഇത്തരം മനുഷ്യരുടെ കഥകൾ എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം ഇത്തരം മനുഷ്യരെ നിങ്ങൾക്കറിയുമെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തൂ.